അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ല ലിസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. قال الله تعالى في القرآن المجيد إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وقال صلى الله عليه وسلم من صلى عليه صلاة واحدة صلى الله عليه بها 10. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. SKICR ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ, ഈ സംവിധാനത്തിന് നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിത ശ്രേഷ്ഠരെ, സ്ഥിരം പഠിതാക്കളെ, അഡ്മിനുകളെ, പ്രസ്ഥാന ബന്ധുക്കളെ, ഉസ്താദിനോട് PM എങ്കിലും എന്തെങ്കിലും പറയാനുള്ളൊരു ടൈം കിട്ടിയില്ല. പെട്ടെന്ന് ക്ഷണിച്ചപ്പോൾ ഏതായാലും ആമുഖമായി ഉസ്താദിനോട്, അതുപോലെ ഉസ്താദിനെ പോലെയുള്ള മഹൽ വ്യക്തിത്വങ്ങളോട് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. സത്യത്തിൽ ഇങ്ങനെ ഒരു വിശാലമായൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രാമാണികമായ വലിയൊരു ചർച്ച നടത്താനൊന്നുമുള്ള പരിജ്ഞാനമുള്ള ഒരാള് അല്ല എന്ന ബോധ്യം എനിക്കുണ്ട്. പലപ്പോഴും നമ്മുടെ ജിദ്ദയിലുള്ള KICRന്റെ നേതാക്കന്മാരും പ്രവർത്തകരുമായ ആളുകൾ ക്ലാസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ രാത്രിയിലാണ് എന്തെങ്കിലുമൊക്കെ ഞാൻ ഇടപെടാറുള്ളത്. പകൽ സമയം തീരെ ഇല്ലാത്തത് കൊണ്ടല്ല, അങ്ങനെ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഒരു ചർച്ച തുടങ്ങാൻ അവസരമുണ്ടായതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. എന്റെ എളിയ വായനയിൽ നിന്നും മറ്റും കടഞ്ഞെടുത്ത ചില വിഷയങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്നേ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കേൾക്കാത്തതോ അറിയാത്തതോ ആയ ഒരുപാട് വിജ്ഞാനത്തിന്റെ മുത്തുകൾ വാരി വിതറുന്നൊരു ക്ലാസ്സൊന്നും ആണ് എന്ന് ഇതിനെക്കുറിച്ച് നിങ്ങൾ ആരും വിലയിരുത്തണ്ട. അള്ളാഹു നമ്മെ എല്ലാവരെയും ഇരുലോക വിജയങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവന്റെ ദീനിന്റെ എളിയ ഹാദിമീങ്ങളായി മരണം വരെ നിലനിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദിനെ പോലെയുള്ള നേതാക്കൾക്ക് ഒക്കെ അള്ളാഹു സിഹത്തോടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ചെറിയൊരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. വിഷയം പ്രവിശാലമാണ്. ഇറങ്ങി പഠിക്കാനും അറിയാനും ശ്രമിച്ചാൽ നമ്മുടെ മനസ്സിനെ കോരിത്തരിപ്പിക്കുന്ന, ഹൃദയത്തെ മിടിപ്പ് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മാസ്മരികതയുള്ള ഒരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കറിയാം
പ്രപഞ്ചത്തിന്റെ ഈ പ്രാപഞ്ചിക വിസ്മയങ്ങൾക്കൊക്കെയും മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയാണ് അവിടുത്തെ പ്രഭ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു പ്രകാശമാണ്, ഒരു വെളിച്ചമാണ്, ഒരു വിളക്കാണ്, ഒരു വെട്ടമാണ്. അത് ഏതൊരു വിശ്വാസിയുടെയും അകത്ത്, അവന്റെ അന്തരംഗത്ത് അതിന്റെ ഒരു പ്രകാശ കിരണം ഉണ്ടാവൽ അനിവാര്യമാണ്. ഉണ്ടാവാത്തൊരവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടായിക്കൂടാ. അതില്ലാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ അവൻ വിശ്വാസിയും ആവുകയില്ല. ആ നിലക്ക് ബന്ധപ്പെട്ടതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഒരു വിശ്വാസിയുടെ ബന്ധം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് മാഇദയിൽ ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വ കിതാബും മുബീൻ. ഖദ് ജാഅകും നിങ്ങൾക്ക് വന്നിരിക്കുന്നു, മിനല്ലാഹി അല്ലാഹുവിൽ നിന്ന്, നൂറുൻ പ്രകാശം, വ കിതാബും മുബീൻ വ്യക്തമായ കിതാബ്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് സർവ്വ മുഫസ്സിറുകളും വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് ഈ നൂർ എന്ന് പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പ്രഭയാണ് ആദ്യത്തെ സൃഷ്ടി. ആ പ്രഭ അത് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സ്വഹാബത്തിനോട് പല ഘട്ടങ്ങളിൽ പലരോടും, ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള പല ആളുകളോടും, അത് ഒരു വേറെ വിഷയമായതുകൊണ്ട് അതിൽ ഞാൻ നിന്ന് സംസാരിക്കുന്നില്ല. നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചർച്ചയായിട്ട് എടുക്കേണ്ടതാണ്. അത് വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ടുന്നൊരു വിഷയമാണ്. അതല്ല എന്റെ വിഷയം എന്നതുകൊണ്ട് ഞാൻ സൂചനാത്മകമായി പറയുന്നു എന്ന് മാത്രം. മഹാനായ പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്, അവ്വലു മാ ഖലഖല്ലാഹു തആല നൂരി, എന്റെ പ്രഭയാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ കുന്തു അവ്വലൽ അംബിയാഇ ഖൽഖൻ വആഖിറുഹും ബഅസൻ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് അബൂ ഹാക്കിമും അബൂ ഇസ്ഹാഖും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ നമുക്ക് കാണാം. കുന്തു അവ്വലൽ അംബിയാഇ, ഞാനാണ് അംബിയാക്കളിൽ ഏറ്റവും ആദ്യത്തവൻ, ഖൽഖൻ സൃഷ്ടിപ്പിനാൽ, വആഖിറുഹും ബഅസൻ അവരിൽ അവസാനത്തവൻ ഞാനാണ്, ബഅസൻ നിയോഗത്താൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ മനസ്സാവുന്ന മാണിക്യ രമ്യ ഹർമ്മത്തിൽ വിരാജിക്കേണ്ടുന്ന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രാപഞ്ചിക വിസ്മയങ്ങളുടെയൊക്കെയും മുമ്പേ സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയാണ്. സൃഷ്ടിപ്പിനാൽ ആദ്യത്തേത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നിയോഗത്താൽ പ്രവാചക ആ ശൃംഖലക്ക് പരിസമാപ്തി കുറിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. ആ പ്രവാചകന്റെ ഈ വെട്ടം, ഈ വെളിച്ചം, അത് ഓരോ വിശ്വാസിയുടെയും അകത്ത് ഉണ്ടാവേണ്ടത്. അത് ഉണ്ടാവണമെങ്കിൽ എങ്ങനെയാണ് അത് ഉണ്ടാവുക? അള്ളാഹു ദാനമായി നൽകിയ ഈ ഒരു തിരിവട്ടം, ഈ ഒരു വെളിച്ചം, ആ പ്രകാശത്തിന്റെ സ്രോതസ്സായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ആത്മബന്ധം സുശക്തവും സുദൃഢവുമാക്കുക എന്നതാണ് ഒരു വിശ്വാസിക്ക് ഇതിന് അഭികാമ്യമായിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിനെ വർദ്ധിപ്പിക്കലിലൂടെ, അത് പതിവാക്കുന്നതിലൂടെ, അത് തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുന്നതിലൂടെ വിശ്വാസിക്ക് ഈ വഴിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. സ്വലാത്ത് ചൊല്ലുന്നവൻ നബിയുടെ സന്നിധിയിൽ പ്രിയപ്പെട്ടവനാണ്. സ്വലാത്ത് ചൊല്ലുന്നവൻ വർദ്ധിക്കുന്തോറും അവിടുത്തേക്കുള്ള ബന്ധം വർദ്ധിക്കുന്നതാണ്. അങ്ങനെ ഈ സ്വലാത്ത് അത് വിശാലമായ ഒരു ചർച്ചയാണ് നാം ചെയ്യേണ്ടത്. സ്വലാത്ത് എന്താണ്? സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള ഈ സ്വലാത്ത് അത് ദിക്റാണ്, അത് ദുആ ആണ്, അത് മദ്ഹാണ്. എന്തുകൊണ്ട്? അതിൽ സ്വലാത്തിൽ ഏതൊരു സ്വലാത്തിന്റെ വചനം എടുത്തു നോക്കിയാലും അതിലൊക്കെയും ദിക്റുള്ളയുണ്ട്. അതിലൊക്കെയും ദിക്റുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിക്റുണ്ട്.
മാത്രമല്ല അതിൽ ദുആ ഉണ്ട്, നബിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ഏത് സ്വലാത്തിന്റെ വചനം എടുത്തു നോക്കിയാലും അതിൽ ദിക്റുള്ളയുണ്ട്, ദിക്റുർ റസൂലുണ്ട്, ദിക്റു ദുആഉ അല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേലുള്ള പ്രാർത്ഥനയുണ്ട്. അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കലുണ്ട്, അവിടുന്ന് ഗുണാശംസ നേരലുണ്ട്. അങ്ങനെ തുടങ്ങി എല്ലാവിധ ഖൈറാത്തുകളും എല്ലാവിധ നന്മകളും സംയോജിപ്പിക്കപ്പെടുന്ന മഹത്തായ ഒരു കർമ്മമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ നാം ചൊല്ലുന്ന സ്വലാത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സ്വലാത്ത് അത് അല്ലാഹു ചെയ്യുന്ന ഡ്യൂട്ടിയാണ്, മലക്കുകൾ ചെയ്യുന്നതാണ്, മനുഷ്യർ ചെയ്യുന്നതാണ്, ഇതര സൃഷ്ടികൾ ചെയ്യുന്നതാണ്, അചേതന വസ്തുക്കൾ പോലും, അതുപോലെ മനുഷ്യേതര ജീവികൾ പോലും നബിയുടെ മുമ്പിൽ സ്വലാത്ത് ചൊല്ലിയ ചരിത്ര പശ്ചാത്തലങ്ങളെ എണ്ണിപ്പറയാൻ നമുക്ക് നമ്മുടെ വായനയിൽ കണ്ടെത്താൻ സാധിക്കും. അത്രമേൽ ലോകമൊട്ടുക്കും സ്വലാത്ത് സർവ്വനിമിഷങ്ങളിലും സർവ്വസന്ദർഭങ്ങളിലും സർവ്വസമയങ്ങളിലും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ലോകം കഴിഞ്ഞുപോയ കാലങ്ങൾ മുഴുവനും സ്വലാത്ത് ചൊല്ലപ്പെട്ടു. മുഴുവൻ ആളുകളും സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിച്ചു, ചൊല്ലാൻ പഠിപ്പിച്ചു. ചൊല്ലുന്നതിന്റെ ശ്രേഷ്ഠതയെ, അതിന്റെ മഹത്വത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്ത് വിജയിച്ചു പോയ മുഴുവൻ ആളുകളും ആ രീതിയിലാണ് കഴിഞ്ഞു പോയത്. അപ്പൊ സ്വലാത്ത് എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഏതാനും ചില ക്ലാസുകൾ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് എന്റെ മനസ്സിലെ ഒരു മന്ത്രമാണ്, ഒരാഗ്രഹമാണ്, ഒരു തൃപ്തിയാണ്, അത് മനസ്സിന്റെ ഒരു കൊതിയാണ് എന്നേ ഞാൻ ഇതിനെക്കുറിച്ച് പറയും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തുമായി ബന്ധപ്പെട്ട് ഏതാനും ചില ക്ലാസുകൾ കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാണ്. അതിന്റെ ചർച്ചയിൽ നമുക്ക് വരേണ്ടത് സ്വലാത്ത് മനസ്സിൽ സദാസമയവും നിർഗളിക്കണമെങ്കിൽ, തന്റെ നാക്കിൻ തുമ്പത്ത് അതിങ്ങനെ തത്തിക്കളിക്കണമെങ്കിൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടുന്നത് എന്തൊക്കെയാണ്? അവൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കുന്നവനാവണം. ഹുബ്ബ് വേണം, മഹബ്ബത്ത് വേണം, ആഷിഖും മുഹിബുമായി ജീവിക്കണം. അതാണ് നമ്മുടെ ഈ ക്ലാസിന്റെ ഒരു പാർട്ട്, ഒരു ചർച്ച. പിന്നീട് നമുക്ക് പറയുവാനുള്ളത് ഫവായിദുസ് സ്വലാത്താണ്, സ്വലാത്തിന്റെ മഹത്വങ്ങൾ. അതുപോലെ ഫവായിദുസ് സ്വലാത്ത്, സ്വലാത്തിന്റെ ഫായിദകൾ. അതുപോലെ അസ്റാറുസ് സ്വലാത്തി സ്വലവാത്തി, സ്വലാത്തുകളുടെ അസ്റാറുകൾ, സിറുകൾ. അതിലൊക്കെ ഉപരി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ഉദ്യോജിപ്പിച്ചുകൊണ്ട്, ഇതിനെ കൽപ്പിച്ചുകൊണ്ട് സൂറത്തുൽ അഹ്സാബിൽ 56-ാമത്തെ ആയത്ത്, ഞാൻ ഈ തുടക്കത്തിൽ ഓതിവെച്ച ആയത്ത്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്ന് പറയുന്ന ഈ ആയത്തിന്റെ ചർച്ച, അതിന്റെ വ്യാഖ്യാനം, അതിന്റെ പണ്ഡിതന്മാർ അതിന് നിർവചിച്ച, അതിന് വ്യാഖ്യാനിച്ച വ്യാഖ്യാനങ്ങളൊക്കെയും നമ്മുടെ ചർച്ചകളിൽ വരേണ്ടതുണ്ട്. പരിമിതമായ അറിവിന്റെ ആ പരിമിതി ബോധ്യമുള്ളതോടൊപ്പം തന്നെ ഞാൻ പറയുന്നു, അത്തരത്തിലുള്ള ചില ചർച്ചകൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. അങ്ങനെ തുടങ്ങിയാണ് നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അറബിയിലും അനറബിയിലുമായി, അറബിയേതര ഭാഷകളിലുമൊക്കെയായി ഫദ്ലുസ് സ്വലാത്തി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, സ്വലാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വലിയ വലിയ ഗ്രന്ഥങ്ങൾ ലോകത്ത് വിരചിതമായിട്ടുണ്ട്. ഒട്ടനവധി ഗ്രന്ഥങ്ങൾ സ്വലാത്തിന്റെ മഹത്വം മാത്രം പറയാൻ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, മുൻകാലത്ത് നടന്നുപോയ കാരണവന്മാർ എഴുതിവെച്ച ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ഇന്നും വ്യാപകമായി സമൂഹത്തിലുണ്ട്. അപ്പൊ സ്വലാത്തൊരു പ്രത്യേക വിഷയം തന്നെയാണ്, അതൊരു പ്രധാന ഘടകം തന്നെയാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടുന്നൊരു സംഗതിയാണ്.
ഏതൊരു സ്മരണയും ഏതൊരു ഓർക്കലും ഏതൊരു ആശംസകളും ഏതൊരു സംസാരവും ഒരാളെ പുകഴ്ത്തിപ്പറയലും ഒക്കെ നടക്കണമെങ്കിൽ സത്യത്തിൽ എല്ലാ ദിക്റുകളുടെയും ഫിക്റുകളുടെയും എല്ലാ മഹബത്തിന്റെയും എല്ലാ ഇഷ്കിന്റെയും ഉത്ഭവം അത് നമുക്ക് അന്വേഷിച്ച് ചെന്നാൽ കണ്ടെത്താൻ സാധിക്കും. അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. സ്നേഹിക്കുന്നവർക്ക് സ്നേഹിക്കപ്പെടുന്നവരെ ഓർക്കാനും പറയാനും നാക്കിലും മനസ്സിലും അത് തത്തിക്കളിക്കുവാനും കളിപ്പിക്കുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് ദിക്റുകളുടെ ഉത്ഭവം, സ്വലാത്തിന്റെ ഉത്ഭവം ഒക്കെയും അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. അള്ളാഹുവിന് ദിക്ർ ചൊല്ലണമെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കണം. അള്ളാഹുവിന്റെ ദിക്റിലും ഫിക്റിലുമായി ഒരുത്തന് ജീവിക്കണമെങ്കിൽ അള്ളാഹു അവന്റെ ഇഷ്ടനിധിയാവണം, ഇഷ്ടകനിയാവണം, ഇഷ്ടപ്പെട്ട ഹബീബും മഹ്ബൂബുമാവണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണമെങ്കിൽ ഇതുപോലെ തന്നെ അവിടുത്തെ മുഹിബ്ബാവണം, അവിടുത്തെ മഹ്ബൂബാവണം, അവിടുത്തെ മഅ്ശൂഖാവണം, അവിടുന്ന് ഇഷ്ടം വെക്കുന്ന ഒരു വ്യക്തിയാവണം. മനസ്സിൽ തന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുമ്പോ അവന് അത് വിട്ട് കളിക്കാൻ കഴിയില്ല, അത് ഓർക്കാതിരിക്കാൻ കഴിയില്ല, അത് മനസ്സിൽ താലോലിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സ്വലാത്ത് എന്ന് പറയുന്നത് നടക്കണമെങ്കിൽ അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ഈ സ്നേഹം കൈമുതലാക്കണം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഹദീസും മഹാരഥന്മാരായ ആളുകളുടെ ഹിക്കായാത്തുകളും ഒക്കെ എടുത്ത് വായിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ സ്നേഹം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നാം ആരെയാണോ സ്നേഹിക്കുന്നത്, ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, ആരാണോ നമുക്ക് മാതൃകാ പുരുഷൻ, അവരോടുകൂടെ ആയിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വ്യക്തമായി പഠിപ്പിക്കുന്നു, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. വിശുദ്ധ ഖുർആനിലെ വിശാലമായ ഒരു ആയത്താണ്. സൂറത്ത് തൗബയിലെ 24-ാമത്തെ ആയത്ത് നാമൊക്കെ പലവരും കേട്ടതും മനസ്സിലാക്കിയതും അറിഞ്ഞതുമാണ്. ഈ ആയത്തിൽ പറയുന്ന 8 സംഗതികൾ, 8 കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ഭാര്യമാർ, കുടുംബങ്ങൾ, താൻ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത്, തന്റെ മാന്യം സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന കച്ചവടം, അതുപോലെ നീ ഇഷ്ടപ്പെടുന്ന തന്റെ വീട്, ഈ സംഗതികളെക്കാളൊക്കെയും മീതെ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടം വെക്കുന്ന അവസ്ഥയുണ്ടാകുന്നത് വരെ ഉണ്ടാവണം. അതുപോലെ ജിഹാദിൻ ഫീ സബീലിഹി, അവന്റെ വഴിയിലുള്ള പരിശ്രമം, യുദ്ധം, ധർമ്മസമരം, സാമൂഹ്യ പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം, പ്രാസ്ഥാനിക ബന്ധത്തിൽ അധിഷ്ഠിതമായി ജീവിക്കലൊക്കെയും അതിൽ പെടും. ഇതൊക്കെ ഇങ്ങനെ ഉള്ളൊരവസ്ഥയിലേക്ക് ഒരു വിശ്വാസി, ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം, ഒരു സത്യവിശ്വാസി, ഒരു പ്രവർത്തകൻ, ഒരു പ്രസ്ഥാനബന്ധു ഒക്കെ ആ നിലയിൽ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടുവരണം. ഇതില് വാപ്പമാരെയാണ് ആദ്യം മുന്തിച്ചു പറഞ്ഞത്. വാപ്പമാർ എന്ന് പറയുന്നത് കൊണ്ട് തുടങ്ങിയത് കാരണം എല്ലാ ആളുകൾക്കും വാപ്പുണ്ടാവും. എല്ലാ ആളുകൾക്കും വാപ്പുണ്ടാവുമല്ലോ. എല്ലാവർക്കും മക്കൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓരോ ആളുകൾക്കും പിതാവുണ്ടാവും. അതുകൊണ്ട് പിതാവിനെ കൊണ്ട് തുടങ്ങി മക്കൾ, സഹോദരങ്ങൾ, ഭാര്യാസന്താനങ്ങൾ, കുടുംബങ്ങൾ തുടങ്ങി എല്ലാത്തിനേക്കാളും നിന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവും അവന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആകുന്നത് വരെ. അങ്ങനെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഭവനങ്ങളും അള്ളാഹുവിനേക്കാളും തന്റെ ദൂതനേക്കാളും അവന്റെ മാർഗത്തിലെ ധർമ്മസമരത്തെക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമാണെങ്കിൽ
അള്ളാഹു തന്റെ കാര്യം അഥവാ തന്റെ ശിക്ഷാ നടപടി, തന്റെ വഈദ്, തന്റെ മഹത്ത് ഒക്കെ കൊണ്ടുവരുന്നത് വരെ അതിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. ഒരു വ്യക്തിയുടെ അമൂല്യവും അതുപോലെ നിസ്സാരവുമായ എല്ലാതിനേക്കാളും അവന്റെ ജീവിതത്തിൽ അവൻ ദൈനംദിനം കൈകാര്യം ചെയ്യുന്ന, ബന്ധപ്പെടുന്ന, അവൻ ഇടപെട്ട് ജീവിക്കുന്ന സമൂഹത്തിലെ, കുടുംബത്തിലെ, നാട്ടിലെ, തന്റെ ജീവിത വ്യവഹാരങ്ങളിലെ മുഴുവൻ സംഗതികളെക്കാളും അള്ളാഹുവിനെയും പ്രവാചകനെയും സ്നേഹിക്കേണ്ടത് അനിവാര്യമാണ്. അത് അത്യന്താപേക്ഷിതമാണ്. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് അത് ഹൃദയത്തിലാണ് അതിന്റെ സ്ഥാനം. അപ്പൊ സത്യവിശ്വാസത്തിന്റെ ആ ഒരു സാധുതക്കും അതിന്റെ പരിപൂർണതക്കും അനിവാര്യമാണ് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും സ്നേഹിക്കുക എന്നത്. അപ്പോഴേ ഹിദായത്ത് ലഭിക്കുകയുള്ളൂ, അപ്പോഴേ ഹിദായത്ത് ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ സ്നേഹം മനസ്സിൽ രൂഢമൂലമാകുമ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന ആളുകളെ ഓർക്കാൻ, ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന ആളുകളെ പറയാൻ, സ്മരിക്കാൻ, നാക്കിലിങ്ങനെ അതിങ്ങനെ കൊണ്ടുവരാൻ, മനസ്സിലിങ്ങനെ ഓർത്തുവരാൻ സാധിക്കുകയുള്ളൂ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് തന്നെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. ഹത്താ അകൂന, ഞാൻ ആകുന്നത് വരെ, അഹബ്ബ ഇലൈഹി, അവരിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, മിൻ വാലിദിഹി, അവന്റെ മാതാപിതാക്കളെക്കാൾ, വവൽദിഹി, അവന്റെ സന്താനങ്ങളെക്കാൾ, വന്നാസി അജ്മഈൻ, മുഴുവൻ ജനങ്ങളെക്കാളും. ഈ ഹദീസിന്റെ പശ്ചാത്തലം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മളൊക്കെ പഠിച്ചു പോയതാണ്, അറിഞ്ഞു പോയതാണ്, മനസ്സിലാക്കിയതാണ്. ഒരാൾക്ക് എന്തൊക്കെ വിലപ്പെട്ടതും പ്രിയപ്പെട്ടതുമുണ്ടോ, എത്രത്തോളം തന്റെ ആത്മാവ് ഉൾപ്പെടെ തനിക്ക് ബന്ധപ്പെട്ടത്, തനിക്ക് വിലപ്പെട്ടത്, തനിക്ക് പ്രിയപ്പെട്ടതിനെ, തന്റെ ആത്മാവ് ഉൾപ്പെടെ എല്ലാത്തിനേക്കാളും പ്രവാചകനെ സ്നേഹിക്കണമെന്ന് പ്രമാണങ്ങളാണ് വ്യക്തമാക്കുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണല്ലോ ഇത്. ഈ പറഞ്ഞത് കേവലം ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഒരു യുക്തിയില്ലാത്ത അലങ്കാര പ്രയോഗമല്ല ഇത്. ഇത് വളരെ യുക്തിഭദ്രമായ, വളരെ കർശനമായ, കർക്കശമായ ഒരു താക്കീതാണ്. അക്ഷരാർത്ഥത്തിൽ സ്വന്തം ആത്മാവിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണമെന്നും അഥവാ പൂർണ്ണ വിശ്വാസിയാവുകണമെങ്കിൽ ഇത് നിർബന്ധമാണെന്നും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ഒന്ന് നെടുങ്ങി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, എന്താണ് ഈ പറയുന്നത്? എന്നെക്കാൾ, ഞാൻ എന്ന് പറയുന്ന എന്നെക്കാൾ, എന്റെ അകത്തുള്ളൊരു ഞാനുണ്ടല്ലോ, ആ എന്നെക്കാൾ ഞാൻ ഇഷ്ടപ്പെടണം എന്ന് പറയുന്നതിന്റെ ഒരു യുക്തി എന്താണ്? ഒരല്പമൊന്ന് ആശങ്കപ്പെടുകയാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന് അത് അംഗീകരിക്കാൻ പ്രയാസമുള്ളതുപോലെ തോന്നി. അവിടെ നിന്ന് ചോദിച്ചു, സർവ വസ്തുക്കളെക്കാളും താങ്കൾ എനിക്ക് പ്രിയങ്കരനാണ്, എന്റെ ശരീരത്തിലെ ആത്മാവിനേക്കാൾ ഒഴികെ എന്റെ ആത്മാവിനെ ഒഴിവാക്കിക്കൂടെ, എന്നെ ഇങ്ങോട്ട് ഒഴിവാക്കിക്കൂടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നബി പറയുന്നുണ്ട്, പറ്റില്ല ഉമറേ, അത് പറ്റില്ല. താങ്കളുടെ ആത്മാവിനേക്കാൾ ഞാൻ താങ്കൾക്ക് പ്രിയങ്കരനാവുക തന്നെ വേണം എന്ന് നബി വ്യക്തമാക്കുന്ന സന്ദർഭം. ഇവിടെയാണ് സ്നേഹപ്രപഞ്ചം, ഒരു സ്നേഹപ്രപഞ്ചം തന്നെ സൃഷ്ടിക്കുകയാണ്. തന്റെ ശിഷ്യഗണങ്ങൾക്കിടയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ സാന്നിധ്യത്തിലും ഭാവത്തിലും, നമുക്ക് ഇന്ന് അസാന്നിധ്യത്തിലും അഭാവത്തിലും നമ്മിൽ ഒരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കകത്ത് ഉണ്ടാവേണ്ടതുണ്ട്, നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതുണ്ട്. നബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ.
നിങ്ങൾ ഒരാളും വിശ്വസികളാവുകയില്ല ഞാൻ അവനെ കൊള്ള ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ എല്ലാത്തിനേക്കാളും അവൻ ബന്ധപ്പെടുന്ന മുഴുവത്തിനേക്കാളും എന്റെ ജീവനേക്കാൾ താങ്കൾ എനിക്ക് പ്രിയങ്കരനാണ് എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പിന്നീട് തുറന്ന് മനസ്സ് വികസിച്ച് മനസ്സ് വിശാലമായി അതിന്റെ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തുറന്ന് പറയുന്ന അവസ്ഥ നാം കാണുകയാണ്. അപ്പോൾ മാത്രമേ പൂർണ്ണ വിശ്വാസിയാവുകയുള്ളൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ നബിയെ സ്നേഹിക്കുവാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കുമോ? നമുക്കൊക്കെ കഴിയുന്നുണ്ടോ? നമ്മുടെയൊക്കെ അവസ്ഥ എന്ത്? നമ്മുടെ അകത്തളങ്ങളിലുള്ള നമ്മുടെ അവസ്ഥ എന്ത്? മനസ്സാക്ഷിയെ വിചാരണ ചെയ്താൽ ഉത്തരം മുട്ടിപ്പോകും. ഈ സ്നേഹം കേവലം ഒരു വൈകാരികമല്ല. ഈ സ്നേഹം ഒരു വൈകാരികമല്ല. ഈ സ്നേഹം ഇത് ദൈക്ഷണികമാണ് എന്ന് തന്നെ പണ്ഡിതന്മാർ, മഹത്തുക്കളായ തഫ്സീറിന്റെ മുഫസ്സിറുകളായ ആളുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇമാം ബൈലാവിയെ പോലെയുള്ളവരൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു കൈപ്പേറിയ മരുന്ന് കഴിക്കുകയല്ലാതെ തനിക്കുള്ള രോഗത്തിന് പ്രതിവിധിയില്ലെന്ന് ബോധ്യപ്പെട്ടാൽ ആ മരുന്ന് എവിടെ പോയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അത് സംഘടിപ്പിക്കാനുള്ള ഒരു ത്വര ആർത്തി ആരോഗ്യക്കുണ്ടാവും എന്നതുപോലെ തനിക്ക് തന്റെ ഇച്ഛകൾക്ക് തനിക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും തന്റെ അകത്ത് ഇത്തരത്തിലുള്ള ഒരു അധ്യാപനം, ഇത്തരത്തിലുള്ള ഒരു ചിന്ത, ഇത്തരത്തിലുള്ള ഒരു ബോധം നമ്മിലുണ്ടാവേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിരിക്കണം ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോഴാണ് നമ്മുടെ ഈമാൻ പരിപൂർണമാവുകയുള്ളൂ എന്നാണ് ഈ ചിന്തകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തി സ്നേഹിക്കപ്പെടാൻ അദ്ദേഹത്തിൽ എന്തെല്ലാം ഗുണങ്ങൾ ഒരുമിച്ച് കൂടേണ്ടതുണ്ടോ അത് മുഴുവനും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ഈ പ്രാപഞ്ചിക വിസ്മയങ്ങളുടെ മുഴുവൻ സത്തയും അതിന്റെ സത്യവുമായിട്ട് നിലകൊള്ളുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തിൽ, അവിടുത്തെ സൗന്ദര്യത്തിൽ, അവിടുത്തെ സൽസ്വഭാവത്തിൽ, അവിടുത്തെ ഔദാര്യശീലത്തിൽ ഒക്കെയും അത് സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊക്കെ ഒരാള് സ്നേഹിക്കാൻ വേണ്ടത് എന്തൊക്കെയുണ്ടോ അതൊക്കെയും അവിടുന്ന് അതെല്ലാം ഉൾക്കൊണ്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് അതൊരു മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. എന്താണ് സ്നേഹം? പലരും പല നിർവചനങ്ങളും പറഞ്ഞിട്ടുണ്ട് സ്നേഹത്തിന്. സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കപ്പെടുന്നവനെ സദാസമയവും സ്മരിക്കുക, അതുപോലെ തന്റെ അംഫാസിൽ പോലും, തന്റെ ശ്വാസോച്ഛ്വാസത്തിൽ പോലും അതിന്റെ എണ്ണമനുസരിച്ച് അവരെ ഓർക്കുക, അതുപോലെ താൻ ഇഷ്ടപ്പെടുന്നത് മഹ്ബൂബ് ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയുണ്ടോ അത് താനും ഇഷ്ടപ്പെടുക, അവിടുന്ന് വെറുക്കുന്നത് എന്തൊക്കെയുണ്ടോ അത് താനും വെറുക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് നിർവചനങ്ങൾ ഹുബ്ബ്, മഹബ്ബത്ത് എന്നതിന് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബ്ദുൽ ഖാദിർ ഈസ റഹ്മത്തുള്ളാഹി അലൈഹി ഷാദുലിയ ത്വരീഖത്തിന്റെ മശായിഖന്മാരുടെ വഴിയിലുള്ള സുപ്രധാനമായ ഒരു വ്യക്തിയാണ്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവാം, അറിഞ്ഞിട്ടുണ്ടാവാം, മനസ്സിലാക്കിയവരായിരിക്കാൻ പറ്റും. അവിടുന്ന് മഹബ്ബത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഹിയ അസ്ലു സുലൂകി ഇലല്ലാഹി തആല. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് ചേരാനുള്ള അതിന്റെ അടിസ്ഥാനമാണ്, അസുലാണ്. അതുപോലെ വൽ വസൂലു ഇലാ മഅരിഫത്തിഹി, അവനെ അല്ലാഹുവിനെ അറിയുന്നതിലേക്കുള്ള ഒരു മാധ്യമമാണ്, ഒരു വസൂലാണ്. എന്നിട്ട് പറയുന്നു അദ്ദേഹം, വ ഇന്ന സിർറ ഹാദിഹിൽ ഹയാതി യഖൂമു അലാ ഹർഫൈനി ഇസ്നൈൻ അൽ ഹാഉ വൽ ബാ. ഈ ജീവിതത്തിന്റെ
ഈ ജീവിതത്തിന്റെ സിർറ്, അതിന്റെ രഹസ്യം നിൽക്കുന്നത് 2 അക്ഷരത്തിന്റെ മേലിലാണ്. അതെന്താണെന്നറിയുമോ? ഹാ ഉം ബ ഉമാണ്. ഹാ ഉം ബ ഉമാണ്. അപ്പോ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്നുള്ള ഹുബ്ബ്, സ്നേഹം എന്ന് പറയുന്നത് സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയോട് അല്ലെങ്കിൽ ശക്തിയോട് അല്ലെങ്കിൽ സൃഷ്ടിയോട് ഒക്കെയുള്ള ബന്ധത്തിന് മറ്റൊന്നും തടസ്സമാകാത്ത വിധം അത് അന്തർലീനമായിരിക്കും, അത് അങ്കുലി പരിമിതമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ മഹബത്ത്, ഹുബ്ബ് ഉണ്ടാവുക, ഇഷ്ക് ഉണ്ടാവുക, സ്നേഹം ഉണ്ടാവുക എന്നതാണ് ഓർക്കാനും സ്മരിക്കാനും ഒക്കെയുള്ള ഒരു മൂല കാരണം ആയിട്ട് അത് കാരണമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിനെ വർദ്ധിപ്പിക്കണമെങ്കിൽ അവിടുത്തുള്ള ഇഷ്കും മഹബത്തും നമ്മിലുണ്ടാവേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാനുള്ളതും അത് തന്നെയാണ് ഇവിടെ അള്ളാഹുവെ ഇഷ്ടപ്പെടുക, പ്രവാചകനെ ഇഷ്ടപ്പെടുക എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒട്ടനവധി ഹദീസുകളും അധ്യാപനങ്ങളും നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത സംഗതികളാണല്ലോ. നമുക്കറിയാം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഒരു അറാബി വന്നുകൊണ്ട് പറയുന്ന ഒരു രംഗമുണ്ടല്ലോ. അന്ന റജുലൻ അന്ന അറാബിയൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, പറഞ്ഞു, മത്തസ്സാഅത്തു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് ഖിയാമത്ത് നാൾ പ്രവാചകരെ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തിരിച്ചു ചോദിച്ചു, മാ അദത്തലഹ, എന്താണ് നീ അതിനുവേണ്ടി തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത്? അപ്പോൾ മഹാനായ പ്രവാചകൻ, അപ്പോൾ ആ ആറാബി പറയുകയാണ്, ലം അഇദ്ദലഹ കസീറ സ്വലാത്തിൻ വലാ അമൽ. പല റിവായത്തുകളും അതിൽ നമുക്ക് കാണാൻ കാട്ടും. മാ അദത്തുലഹ മിൻ കസീരി സ്വലാത്തിൻ വലാ സിയാമിൻ വലാ സദഖത്തിൻ വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹ്. ഒരുപാട് നിസ്കാരങ്ങളോ നോമ്പോ സദഖയോ ഒന്നും ഞാൻ തയ്യാർ ചെയ്തു വെച്ചിട്ടില്ല. പക്ഷെ വലാകിന്നി, നിശ്ചയം ഞാൻ, ഉഹിബ്ബുല്ലാഹ വറസൂല, അള്ളാഹുവിനെയും പ്രവാചകനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആറാബി പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പ്രവാചകൻ പറഞ്ഞൊരു അധ്യാപനമുണ്ടല്ലോ, അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരോടുകൂടെയാണ് നീ. ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടുകൂടെയാണ് നീ. അപ്പോൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുമ്പോൾ അള്ളാഹുവിനെങ്ങനെ പറയാൻ, അള്ളാഹുവിനെങ്ങനെ ഓർക്കാൻ, നടത്തത്തിലും ഇരുത്തത്തിലും യാത്രകളിലും ചിന്തകളിലും തന്റെ മനസ്സ് കാലിയായിരിക്കുമ്പോഴൊക്കെയും മനസ്സിൽ അള്ളാഹുവിനോടുള്ള ദിക്റും അവന്റെ ഫിക്റിലുമായിട്ടുള്ള ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതിന് പലപ്പോഴും നമ്മൾ ഈ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് മനസ്സ് നിറഞ്ഞ് പറയാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ, യാ റബ്ബ്, എന്റെ റബ്ബേ എന്ന് പറയാൻ, മനസ്സ് തുറന്ന് അല്ലാഹ് 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 എന്ന് ഉച്ചരിക്കാൻ, റബ്ബിനെ ഇങ്ങനെ പറയാൻ, അവന്റെ ഇബാദത്തുകളൊക്കെയും അവൻ സംവിധാനിച്ചത് അവന് ഇങ്ങനെ പറയാനുള്ള രീതിയിലാണ്. ഒരു അഭിമുഖ സംഭാഷണം നടത്തപ്പെടുന്ന രീതിയിലാണ് നിസ്കാരത്തെ സംവിധാനിച്ചത്. അതിലൊക്കെയും ഇങ്ങനെ സംഭാഷണം നടത്തപ്പെടുകയാണ്. എല്ലാത്തിലും റബ്ബ് റബ്ബ്, ഇങ്ങനെ റബ്ബിനെ പറയുന്ന ഓർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുക എന്നുള്ളത് അത് അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ആ ഒരു സ്നേഹം നമ്മുടെ മനസ്സിൽ രൂഢമൂലമാവേണ്ടതുണ്ട്. അള്ളാഹുവിനെ സ്നേഹിക്കണം, അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കണം. അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരം വേണം. റബ്ബിനെ കുറിച്ച് നല്ല വിചാരമാണ് മനസ്സിലുണ്ടാവേണ്ടത്. എന്റെ റബ്ബ്, എന്റെ നാഥൻ, എന്റെ രക്ഷിതാവ്, എന്റെ സൃഷ്ടാവ്, എന്റെ കർത്താവ് എന്നൊരു ചിന്ത മനസ്സിലെപ്പോഴും പോസിറ്റീവായ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. സത്യത്തിൽ ചില പ്രഭാഷണങ്ങളും ചില പ്രസംഗങ്ങളും ചില പ്രസംഗ വിഷയങ്ങളും ഒക്കെ ഇന്ന് കേട്ടാൽ അല്ലാഹു എന്ന് പറയുന്നത് എന്തോ ഒരു ഭീമാകാരമായ സംഗതിയായിട്ട് ചിത്രീകരിച്ച് വെറും ഭയാനകമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഫലിപ്പിക്കുന്ന അവസ്ഥയാണുള്ളത്. സ്നേഹം എന്ന് പറയുന്നതെങ്ങാനും മനസ്സിലൊന്ന് ശക്തിപ്പെടുത്തി നോക്കൂ. അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടാനുള്ള ശ്രമം നമ്മൾ നടത്തിയാൽ, അള്ളാഹുവിനോടുള്ള ഇഷ്ടവും മഹബത്തും വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ എന്തൊരു ആനന്ദമാണ്, എന്തൊരു ആനന്ദ തന്തുലിതമായ അവസ്ഥയാണ് മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് സ്നേഹം എന്ന് പറയുന്നത് മനസ്സിലിങ്ങനെ ഉണ്ടാവണം. റബ്ബിനെ ഇങ്ങനെ, എന്റെ റബ്ബ്. ഒരു മഹാൻ പറഞ്ഞ് ഞാൻ ഓർത്തു പോവുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരുപാട് ഇബാദത്തുകളൊന്നും ചെയ്തിട്ടില്ല.
പക്ഷേ ഞാൻ അഹ്സൻതു ദന്നീ ബില്ലാഹ്, എന്റെ റബ്ബിനെ കുറിച്ച് ഞാൻ നല്ല വിചാരമാണ് എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. എന്റെ റബ്ബിനെ കുറിച്ച് നല്ല ചിന്തയാണ് എനിക്കുള്ളത്. എന്റെ റബ്ബ് എന്നെ കൈവിടില്ല, എന്റെ റബ്ബ് എനിക്ക് തുണയാണ്, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട് എന്നുള്ള രീതിയിലുള്ള നല്ല നല്ല ചിന്ത റബ്ബിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോ അവനിങ്ങനെ ദിക്ർ ചൊല്ലാൻ, അവന്റെ തഹ്ലീൽ ചൊല്ലാൻ, അവന്റെ തസ്ബീഹ് ചൊല്ലാൻ, അവന്റെ തക്ബീർ ചൊല്ലാൻ, അങ്ങനെ അവന് വേണ്ടിയുള്ള അവന്റെ അദ്കാറുകളൊക്കെ നാവിലിങ്ങനെ ഒരുവിടാനുള്ളൊരു മനസ്സിങ്ങനെ ഉണ്ടാകും. എപ്പോഴും നടത്തത്തിനും വിരുദ്ധത്തിനും ഡ്രൈവ് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് കാലിയായിരിക്കുമ്പോഴൊക്കെയും അവനെ ഇങ്ങനെ ഓർക്കും. അതല്ലേ അത് അതിനെ ധ്വനിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകളൊക്കെ നമ്മൾ കേട്ടതാണ്, പഠിച്ചതാണ്. മനസ്സ് ഇങ്ങനെ സജീവമാവും. മനസ്സ് നിർജീവമാവാൻ പാടില്ല. മനസ്സ് നിർജീവമാവുമ്പോൾ അവൻ സൂക്ഷിക്കണം. മനസ്സ് സജീവമാവുക എന്നുള്ളതൊരു വിശ്വാസിയുടെ ബാധ്യതയും കടമയും കടപ്പാടുമാണ്. മനസ്സെങ്ങാനും നിർജീവമായി പോയാൽ അത് അവനെ ശരിയാവണ്ണം ബാധിക്കും. മനുഷ്യൻ അവനിങ്ങനെ മനസ്സിന് ശാന്തി തേടി അലയുകയാണ്. സമാധാനം കിട്ടാതെ മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് അതിങ്ങനെ രണ്ട് തരത്തിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് നന്മ പ്രേരക മനസ്സും മറ്റൊന്ന് തിന്മ പ്രേരക മനസ്സും. ഈ നന്മ പ്രേരക മനസ്സിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കണം, അതിനാണ് ഇതൊക്കെ ഉണ്ടാവുക. തിന്മ പ്രേരക മനസ്സിനെ വലിച്ചെറിയണം, അത് മാറ്റി നിർത്തണം. വിശ്വാസിക്ക് എപ്പോഴും അള്ളാഹുവിനോടുള്ള ആ ഒരു ഇഷ്ക്, ആ ഒരു ഹബ്ബ് അവിടെ നിന്നുള്ള ദിക്റിലും ഫിക്റിലുമായിട്ട് കഴിയാനുള്ളൊരു അവസ്ഥ ഉണ്ടായിത്തീരും. തന്റെ മനസ്സിങ്ങനെ സജീവമാകുമ്പോൾ അവൻ സൽക്കർമ്മനിരതനാവാൻ സാധിക്കും. ഇനി സൽക്കർമ്മനിരതനാവാൻ സാധിച്ചാൽ അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെയും അംഗീകാരത്തിന്റെയും ലക്ഷണമാണ്. അയാൾ ദുഷ്കർമ്മനിരതനാവുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ കോപത്തിന്റെയും അള്ളാഹുവിനെ തിരസ്കരിച്ചു എന്നതിന്റെയും ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഈമാനിക ചൈതന്യമുള്ള ഒരു മനസ്സ് നന്മ ചെയ്താലും തിന്മ ചെയ്താലും രക്ഷപ്പെട്ടാലും, അഥവാ നന്മ ചെയ്താലും അതുപോലെ തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ടാലും, നന്മ ചെയ്യുകയും തിന്മയിൽ രക്ഷപ്പെടുകയും ചെയ്താൽ അവൻ മനസ്സിനൊരു കുളിർമയുണ്ടാവും, ഒരു സന്തോഷമുണ്ടാവും. അത് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ സറത്തുഹു ഹസനതുഹു വസാഅതുഹു സയ്യിഅതുഹു വഹുവ മുഅ്മിൻ. ഒരുത്തന് സൽക്കർമ്മം ചെയ്തു അതിൽ ഉണ്ടാവുകയും അതുപോലെ തിന്മ ചെയ്തു തെറ്റ് ചെയ്തിട്ട് ഒരു മനസ്സാക്ഷിക്കുത്ത് ഉണ്ടാവുകയും ചെയ്താൽ അവനാണ് മുഅ്മിനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്ത, നല്ല മനോഭാവം, അതിലൂടെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ സാധിക്കും. അങ്ങനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ദിക്റിലൂടെ കഴിയാൻ സാധിക്കും. എന്നതുപോലെ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണ് ഇഷ്ടപ്പെടുന്നവന്റെ കൂടെയാണ്. ഞാൻ ഉഹിബ്ബുല്ലാഹ വ റസൂലയാണ്, അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു. അതിന്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മുടെ ചിന്തയിൽ, നമ്മുടെ പ്രവർത്തനത്തിൽ, നമ്മുടെ നടത്തത്തിൽ, നമ്മുടെ ഇരുത്തത്തിൽ, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ വേഷവിധാനത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ എല്ലാം അതിന്റെ പ്രതിഫലനം ഉണ്ടാവും. അപ്പോൾ സ്വലാത്ത് വരണമെങ്കിൽ, സ്വലാത്ത് ഉണ്ടാവണമെങ്കിൽ അത് അവിടത്തോടുള്ള ആ സ്നേഹം മനസ്സിൽ രൂഢമൂലമാകുമ്പോഴേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു മനസ്സിലൊരു സ്നേഹപ്രപഞ്ചം തന്നെ സൃഷ്ടിക്കുക എന്നതാണ് ഒരു വിശ്വാസിക്ക് ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. സ്വലാത്ത് മനസ്സിലിങ്ങനെ കടന്നു വരണമെങ്കിൽ അതിന്റെ ആ ഒരു ഇഷ്കിന്റെയും മഹബ്ബത്തിന്റെയും ഏരിയയിൽ നിന്നുകൊണ്ട് പറയുമ്പോഴുള്ള ചില ചർച്ചകളാണ് ഞാൻ നടത്തുന്നത്. നിങ്ങൾക്ക് അരോചകമായി തോന്നുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ അലാമത്തു മഹബ്ബത്തുല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അടയാളമാണ് ഇങ്ങനെ ദിക്റിലും ഫിക്റിലുമായിട്ട് കഴിയുക എന്നത്. ആ ദിക്റിന്റെയും ഫിക്റിന്റെയും ഭാഗം തന്നെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം തന്റെ പ്രജകളുടെ ക്ഷേമൈശ്വര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു സ്വഭാവം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാം.
ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തും അദ്ദേഹം ഖലീഫയായിരിക്കുമ്പോഴും അങ്ങനത്തെ അവസ്ഥകൾ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രജകളുടെ ക്ഷേമൈശ്വര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി മദീനയുടെ മണ്ണിലൂടെ പാതിരാവിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അതാ ഒരു വീട്ടിൽ നിന്നും ഒരു മുരിഞ്ഞു കത്തുന്ന വിളക്കിന്റെ വെട്ടത്തിൽ ഒരു വയോവൃദ്ധയായ വനിത രോമം കടഞ്ഞ് വൃത്തിയാക്കുകയാണ്. ഒരു ജോലിയിൽ ഏർപ്പെട്ട് കഴിയുകയാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ടോ ആ സ്ത്രീ ഇങ്ങനെ പ്രവാചകനോടുള്ള ഇഷ്കും മഹബത്തും ഹൃദയത്തിൽ അന്തർലീനമായതിന്റെ അടയാളമെന്നോണം ഒരു സ്ത്രീ ഇങ്ങനെ പാടുകയാണ്. പ്രവാചക സ്നേഹത്തിന്റെ ആ ഒരു മാസ്മരികത മുറ്റി നിൽക്കുന്ന കാവ്യ വചനങ്ങൾ അവിടെ നിന്ന് ഉച്ചത്തിൽ ഇങ്ങനെ പാടുകയാണ്. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈഹി ത്വയ്യിബൂനൽ അഖ്യാർ ഖദ് കുൻത ഖവ്വാമൻ ബകാ ബിൽ അസ്ഹാർ യാ ലൈത ശിഅരി വൽ മനായാ അത്വാർ ഹൽ യജ്മഉനി വഹബീബി അദ്ദാർ. ഇത്രയും പാടിയപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇങ്ങനെ കുത്തിയിരുന്ന് കരഞ്ഞ് കണ്ണുനീർ വാർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കേട്ടിട്ട്, അവർ ആലാപനം കേട്ടിട്ട് ഇങ്ങനെ കരയുകയാണ്. ഒരു വയോവൃദ്ധയായ വനിത. എന്താണ് ആ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം? അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സുഹൃതരായ ആളുകളുടെ സ്വലാത്ത് ഉണ്ടാവട്ടെ. അതുപോലെ സ്വല്ലാ അലൈഹി ത്വയ്യിബൂനൽ അഖ്യാർ, ശുദ്ധരും ഉത്കൃഷ്ടരുമായ ആളുകളുടെ സ്വലാത്ത് നബിയുടെ മേൽ ഉണ്ടായിരിക്കട്ടെ, ഉണ്ടാവട്ടെ എന്നിങ്ങനെ തുടങ്ങുന്ന കാവ്യവചനം ഇങ്ങനെ ചൊല്ലുകയാണ്. അത് കുന്ത ഖവ്വാമൻ ബകാ ബിൽ അസ്ഹാർ, അത് കുന്ത നിശ്ചയം അങ്ങ് ആയിരുന്നല്ലോ, ഖവ്വാമൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവൻ ആയിരുന്നല്ലോ, ബകാ ബിൽ അസ്ഹാർ അത്താഴ സമയത്ത് പാതിരാവിൽ എഴുന്നേറ്റ് നിസ്കരിച്ച് കരയുന്ന ആളായിരുന്നല്ലോ. യാ ലൈത ശിഅരി വൽ മനായാ അത്വാർ, യാ ലൈത ശിഅരി എനിക്കറിയുന്നില്ല. എന്താണ് എനിക്കറിയുന്നില്ല? വൽ മനായാ അത്വാർ, ഞാൻ അറിഞ്ഞുവെങ്കിൽ, ഞാനൊങ്ങാനൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ മരണം എന്ന് പറയുന്നത് അത്വാർ അത് വ്യത്യസ്ത ഘട്ടങ്ങളിലാണല്ലോ. യാ ലൈത ശിഅരി വൽ മനായാ അത്വാർ, മരണം അത് വിവിധ ഘട്ടങ്ങളിലാണല്ലോ നടക്കുക. ഹൽ യജ്മഉനി വഹബീബി അദ്ദാർ, പ്രവാചക സ്നേഹത്തിന്റെ ഇഷ്കിന്റെ മഹബത്തിന്റെ മാസ്മരികത മുറ്റി നിൽക്കുന്ന ആ കാവ്യവചനം ആ വയോവൃദ്ധയായ വനിതയുടെ നാക്കിൻ തുമ്പിലൂടെ ഇങ്ങനെ നിർഗളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൽ യജ്മഉനി വഹബീബി അദ്ദാർ, ഹൽ യജ്മഉനി എന്നെ ഒരുമിച്ച് കൂട്ടുമോ? ഹൽ യജ്മഉനി എന്നെ ഒരുമിച്ച് കൂട്ടുമോ? വഹബീബിയ എന്റെ ഹബീബിനെയും അഥവാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും എന്റെ ഹബീബായ പ്രവാചകനെയും എന്നെയും എന്റെ ഹബീബായ പ്രവാചകനെയും ഒരുമിച്ച് കൂട്ടുമോ? അദ്ദാർ പരലോകത്തെ വീട് അഥവാ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടുമോ എന്നിങ്ങനെ അർത്ഥം വരുന്ന കാവ്യവചനം ഇങ്ങനെ ഇത്രയും ഭാഗം പാടിയെത്തിയപ്പോൾ അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈഹി ത്വയ്യിബൂനൽ അഖ്യാർ അത് കുന്ത ഖവ്വാമൻ ബകാ ബിൽ അസ്ഹാർ യാ ലൈത ശിഅരി വൽ മനായാ അത്വാർ ഹൽ യജ്മഉനി വഹബീബി അദ്ദാർ. ഇത്രയും ഭാഗം പാടിയെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് ആ വാതിൽക്കൽ ചെന്ന് വാതിൽ മുട്ടുകയാണ്. വാതിൽ മുട്ടിയപ്പോൾ ആ വയോവൃദ്ധയായ വനിത ചോദിച്ചു, ആരാണത്? അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഉമറാണ്. ഈ സമയത്ത് ഉമറിന് എന്താണ് എന്നിൽ നിന്നും ആവശ്യമുള്ളതെന്ന് ഉമ്മാമ വിസ്തരിച്ച് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഭരണാധികാരിയായ ഉമർ, അദ്ദേഹം അവിടെ നിന്ന് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ മനോബലയോടുകൂടി ആ മറപ്പടിയില്ല വാതിൽക്കൽ നിന്നുകൊണ്ട് ആ ഉമ്മുമ്മയോട് പറയുകയാണ്, അള്ളാഹു കരുണ ചെയ്യട്ടെ, വാതിൽ തുറക്കൂ,
കുഴപ്പമൊന്നുമില്ല. ഉമർ മറുപടി പറഞ്ഞു. ഉമ്മാമ വാതിൽ തുറന്നു. ഉമർ റളിയല്ലാഹു അൻഹു അകത്ത് കടന്ന് അവർ പാടിയ പാട്ട് ആവർത്തിക്കാൻ ആവശ്യപ്പെട്ടു. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലല്ലാഹു അലൈഹി ത്വയ്യിബൂനൽ അഖിയാർ ഖദ് കുൻത ഖവ്വാമൻ ബകാ ബിൽ അസ്ഹാർ യാ ലൈത ശരീ വൽ മനായാ അത്വാർ ഹൽ യജ്മഉനി വഹബീബി അദ്ദാർ. ശോകാത്മക ശൈലിയിൽ വൃദ്ധാതിങ്ങോട്ട് പാടി അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് വളരെ താന്ന് കൂന്ന് കേണപേക്ഷിക്കുകയാണ് ആ ഉമ്മൂമ്മയോട്. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ആ കാവ്യവചനത്തിന്റെ ബാക്കി ഭാഗം എന്നോണം ആ സ്ത്രീ പാടുകയാണ്. പാപം പൊറുക്കുന്ന തമ്പുരാനെ, ജഗനിയന്താവായ നാഥ, ഗഫാറായ സത്താറായ തമ്പുരാനെ, ഉമറിനും പുറത്തു കൊടുക്കണമേ എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ആ കാവ്യഭാഗം പൂർത്തിയാക്കുകയാണ്. പ്രവാചകനുള്ള സ്നേഹവും ഇഷ്കും മഹബത്തും മനസ്സിലേക്ക് കയറിക്കൂടിയ ആളുകൾ ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇഷ്കുണ്ടെങ്കിലേ, മഹബത്തുണ്ടെങ്കിലേ, സ്നേഹമുണ്ടെങ്കിലേ അവിടെ നിന്ന് പറയാനും ഓർക്കാനും മദീനയുമായി ബന്ധപ്പെടാനും മദീനയിൽ ഒരിടം നേടാനും മദീന മുനവ്വറയുടെ തൊട്ടും മദീനയിലുള്ള ഖുബ്ബത്തുൽ ഹദറാഇന്റെ ചുവട്ടിലുള്ള മാബൈന ഖബരി വ മിംബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറയുന്ന ആ ഒരു ഇടം തേടി അലയാനും അവിടെ പോയി പ്രാർത്ഥിക്കാനും ഇരിക്കാനും ഒക്കെയുള്ള മനസ്സ് പാകപ്പെട്ട് വരണമെങ്കിൽ, അവിടത്തേക്കുള്ളൊരു കണക്ഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണമെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം. ആ സ്നേഹിക്കുമ്പോഴേ ഇത് സാധിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്നേഹത്തിന്റെ നിർവചനങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. സ്നേഹമെന്ന് പറയുന്ന യഥാർത്ഥ സ്നേഹിക്കുന്നവന്റെ ലക്ഷണം 3 എണ്ണമാണ്. ഒരു കാമുകൻ കാമുകിയെ സ്നേഹിക്കുമ്പോൾ, ഒരു മുഹിബ് മഹ്ബൂബിനെ ഇഷ്ടപ്പെടുമ്പോൾ അവർക്കിടയിലുള്ള ബന്ധം 3 തരത്തിലാണ്. ഒന്നെന്താ? അവന്റെ സംസാരം മുഴുവനും മഹബൂബിന്റെ സ്മരണയായിരിക്കും. സംസാരിക്കുന്നത് മുഴുവനും മഹബൂബിന്റെ സ്മരണയായിരിക്കും. അവന്റെ മൗനം അവന്റെ ചിന്തകൾ മുഴുവനും കാമുകനെ പറ്റിയുള്ള ചിന്തയായിരിക്കും, അഥവാ മഹബൂബിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കും. ഒരു സത്യവിശ്വാസി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചാൽ, നമ്മുടെ സൃഷ്ടികർത്താവായ റബ്ബിനെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ, സ്നേഹിച്ചാൽ, അവനെ ഇഷ്ടപ്പെടുമ്പോ നമ്മുടെ സംസാരങ്ങൾ മുഴുവനും ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയോട്, ശക്തിയോട് ആയിരിക്കും നമുക്കുണ്ടാവുക. അതുപോലെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, നമ്മുടെ മൗനങ്ങൾ മുഴുവനും ആ ഇഷ്ടപ്പെടുന്ന മഹബൂബിന്റെ ചിന്തയായിരിക്കും. എന്റെ റബ്ബ്, എന്റെ ഹബീബ് റസൂലുള്ളാഹി എന്ന ചിന്തയായിരിക്കും. അതുപോലെ അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും മഹബൂബിനെ അനുസരിക്കലായിരിക്കും. തന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും മഹബൂബിനെ അനുസരിക്കലായിരിക്കും. ഇതൊരു വലിയ വാക്കാണ്. അപ്പോൾ സ്നേഹിക്കപ്പെടുന്നവനെ അനുസരിക്കുക എന്നുള്ള ഒരു ഓട്ടോമാറ്റിക്കലി ഉള്ള ഒരു സ്വഭാവത്തിലേക്ക് ഒരു മനുഷ്യൻ പ്രകൃത്യാ വളർന്നു വരുന്നുവെന്ന് അതൊരു പ്രകൃതി സത്യമായി തന്നെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവനെ ഓർക്കും, അവനെ പറയും, അവന്റെ ചിന്തയിൽ, അവനെ അനുസരിക്കുന്നതിൽ ആയിരിക്കും ഒരു വിശ്വാസിയുടെ ജീവിതം എന്നാണ് ഇത് നമ്മെ മനസ്സിലാക്കി തരുന്നത്. അപ്പൊ നമ്മുടെ അനുസരണയുടെ ഭാഗവും നേരത്തെ പറഞ്ഞ ഹുബ്ബ് കൊണ്ടുണ്ടാകുന്ന അനന്തര ഫലങ്ങളിലെ ഒന്ന് ആണ് ഇത്തിബാഴ് ചെയ്യുക എന്നത്. ഈ ഇത്തിബാഴിന്റെ മേഖലയിൽ എത്തിപ്പെടുന്നതോടുകൂടി അവനെ എന്താകുന്നു? അവൻ യഥാർത്ഥ വിശ്വാസിയാവുകയാണ്. അതാണല്ലോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും
വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. വിശുദ്ധ ഖുർആനിലൂടെയുള്ള ആയത്തുകളൊക്കെ നമ്മൾ കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതുമായ ഒട്ടനവധി ആയത്തുകൾ. അള്ളാഹു പറയുന്നുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഖുൽ നബിയെ തങ്ങൾ പറയോ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫത്തബിഊനി, അപ്പോൾ നിങ്ങൾ എന്നെ പിൻപറ്റുക. എന്നെ പിൻപറ്റുക എന്ന് പറഞ്ഞ് എന്നെ ഇത്തിബാഅ് ചെയ്യുക. എന്നെ ഇത്തിബാഅ് ചെയ്യുമ്പോൾ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അങ്ങനെ നിങ്ങൾക്ക് ഗഫിർ ലക്കും, അള്ളാഹു പാപമോചനം നൽകും. അപ്പോൾ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിന്റെ അകത്തലത്തിൽ ഉണ്ടാകുമ്പോൾ, ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ലൗ കാന ഹുബ്ബുക, നിന്റെ സ്നേഹമാണെങ്കിൽ, സ്വാദിഖൻ യാഥാർത്ഥ്യമാണെങ്കിൽ, നിഷ്കളങ്കമാണെങ്കിൽ, നിഷ്കപടമായ സ്നേഹമാണ് നിനക്കുള്ളതെങ്കിൽ, ലഅതഅതഹു, ആ സ്നേഹം നിന്നെ വഴിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ ആരെയാണോ നീ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട്, ശക്തിയോട്, നിന്റെ മനസ്സിൽ താരോലിക്കുന്ന ആളോട് നിനക്കൊരനുസരണ സ്വഭാവമുണ്ടാകും. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, ഇന്നൽ മുഹിബ്ബ, നിശ്ചയം ഇഷ്ടപ്പെടുന്നവൻ, ലിമൻ യുഹിബ്ബു, ആരോടാണോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവനോട്, മുതീഉ, വഴിപ്പെട്ടവനായിക്കൊണ്ടേയിരിക്കും. ഇതൊരു വലിയ വാക്ക. നേരത്തെ പറഞ്ഞ ഇഷ്ടമുണ്ടെങ്കിലേ സ്മരിക്കൂ, ദിക്റുണ്ടാവണമെങ്കിൽ ഹബ്ബ് വേണം, ഇത്തിബാ ഉണ്ടാവണമെങ്കിലും ഹബ്ബ് വേണം. ഹബ്ബുണ്ടെങ്കിൽ ഇത്തിബാ ചെയ്യും. നമുക്ക് സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യാൻ യാതൊരു അലസതയും ഉണ്ടാവുകയില്ല, ഹബ്ബ് വേണം. നമുക്ക് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഓരോന്നും ജീവിതത്തിൽ അത്യാർത്തിയോടുകൂടി, ആവേശത്തോടുകൂടി, താൽപര്യപൂർവ്വം കൊണ്ടുവരാനുള്ള മനസ്സുണ്ടാവും, ഹബ്ബ് വേണം. നിസ്കാരത്തോട് മടിയുണ്ടാവുകയില്ല, ഹബ്ബുണ്ടെങ്കിൽ. നോമ്പെടുക്കാൻ മടിയുണ്ടാവുകയില്ല, ഹബ്ബുണ്ടെങ്കിൽ. എല്ലാ ഭൗതികമായി നാം ഇടപെടുന്ന മുഴുവൻ സംഗതികളും നമുക്ക് തടസ്സമാവാത്ത വിധം അള്ളാഹുവിനെ വഴിപ്പെട്ട് ഇഷ്ടപ്പെട്ട ഒരടിമയായി ജീവിക്കാനുള്ള എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചെന്നിരിക്കുകയാണ്. വളരെ സിമ്പിളാണ്, വളരെ ലളിതമാണ്. മനസ്സങ്ങോട്ട് പാകപ്പെടുത്തി കൊണ്ടുവന്നാൽ മാത്രം മതി. അത്രമേൽ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഓർക്കുക, സ്മരിക്കുക, പറയുക, അറിയുക എന്നൊക്കെ പറയുന്നതിന്റെ ഒക്കെയും അവസ്ഥ ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ചില ഹിക്കായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സലാത്തുമ്മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, 3 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഈമാന്റെ യഥാർത്ഥ മാധുര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്തൊക്കെയാണത്? ഈമാനിന്റെ യഥാർത്ഥ കാര്യം, ഈമാനിന്റെ 3 കാര്യങ്ങൾ ഒരാളിൽ യഥാർത്ഥ അർത്ഥത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അവൻ സത്യവിശ്വാസത്തിന്റെ യഥാർത്ഥ ലദ്ദത്ത്, ആനന്ദം അവൻ ആസ്വദിക്കും. അതെന്താണെന്ന് പറയുന്നറിയുമോ? അയ്യകൂനല്ലാഹ വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അള്ളാഹുവും പ്രവാചകനും മറ്റുള്ളതിനേക്കാൾ അവന് പ്രിയങ്കരനാവുക, അള്ളാഹുവും പ്രവാചകനും മറ്റുള്ള സംഗതികളെക്കാളൊക്കെയും ഇഷ്ടപ്പെട്ടതാവുക. റബ്ബായിരിക്കണം ഏറ്റവും ഇഷ്ടപ്പെട്ടത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കണം സൃഷ്ടികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുപോലെ എന്താണ് ആ പറയുന്നത്? അള്ളാഹുവിന് വേണ്ടി മാത്രം ഒരു വ്യക്തിയെ സ്നേഹിക്കുക, അള്ളാന്റെ കാര്യത്തിൽ ഇഷ്ടപ്പെടുക, അള്ളാന്റെ കാര്യത്തിൽ മാറ്റി നിർത്തുക, അള്ളാഹുവിന്റെ വിഷയത്തിൽ മാത്രം അടുക്കുക, യോജിക്കുക. അതുപോലെ കുഫറിൽ മടങ്ങുന്നതിനെ വെറുക്കുക, അഥവാ നരകത്തിൽ വീഴ്ത്തപ്പെടുന്നത് വെറുക്കുന്നത് പ്രകാരം സത്യനിഷേധത്തിലേക്ക് കടക്കുന്നതിനെയും വെറുക്കുക. ഏതുപോലെ കമായക്റഹു അൻ യഖ്ദിഫ ഫിന്നാർ, നരകത്തിലിടുന്നതിനെ വെറുക്കുന്നത് പോലെ സത്യവിശ്വാസത്തിലെങ്ങാനും അകപ്പെട്ടു പോകുമോ, അതിലേക്കെങ്ങാനും മടങ്ങുമോ എന്ന് വെറുക്കുക. ഈ 2-3 കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ മനസ്സിന്റെ ഉള്ളിൽ
ഒരു വിശ്വാസിയുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അവന് ഒന്നും ഭയപ്പെടാനല്ല. അതാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ ആനന്ദം എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഒന്ന് സ്നേഹം എന്ന് പറയുന്നത് ഹൃദയത്തിൽ രൂഢമൂലമാകുമ്പോൾ അത് നമുക്ക് നമ്മുടെ മെഹബൂബിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുമ്പോ, അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോ അവിടത്തേക്ക് ദിക്ർ ചൊല്ലാനും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാനും നമുക്ക് യാതൊരു മടിയും വൈമനസ്യവും ഉണ്ടാവുകയില്ല. അതുപോലെ അള്ളാഹു ഒരു മുഹിബിന്റെ ഒരു സ്നേഹിതന്റെ അല്ലെങ്കിൽ ഒരു സ്നേഹിക്കുന്നവന്റെ മൗനം അവന്റെ കാമുകനെ പറ്റിയുള്ള, അവന്റെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തയാവുക. നമ്മുടെ മൗനത്തിൽ, നമ്മുടെ നടത്തത്തിൽ, ഇരുത്തത്തിലൊക്കെ ചിന്തകളിൽ നമുക്ക് ഹബീബായ റസൂലുള്ളാഹി അത് ഉണ്ടാവുക. മറ്റ് ഒരു ഭൗതികതയും അതിന് തടസ്സമാകാത്ത വിധം മനസ്സിനെ ആ രീതിയിലേക്ക് പാകപ്പെടുത്തുക. അതുപോലെ അവന്റെ പ്രവർത്തനം തന്റെ മഹ്ബൂബിനെ അനുസരിക്കാനുള്ള അവസ്ഥയാവുക. ഈ പറഞ്ഞ സംഗതികളൊന്നും തന്നെ നേരത്തെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ 8 കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞല്ലോ. ആബാവുക്കും അബ്നാവുക്കും യഹ്വാനുക്കും എന്നൊക്കെ പറഞ്ഞ 8 കാര്യങ്ങൾ, ഇതൊന്നും സത്യത്തിൽ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണാം. ഇന്ന ഹാദിഹിൽ ഉമൂർ ലാ യബ്ഗദുഹാ അൽ ഇസ്ലാം. ഇതൊന്നും ഇസ്ലാം ദേഷ്യപ്പെടുന്ന സംഗതിയല്ല, ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. അതുപോലെ ഇതൊന്നും വെടിയുകയും ഇതൊന്നും ഹറാമ എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ ഇതിനോടൊന്നും ഒരു സമരം ചെയ്യുകയല്ല ഇസ്ലാം. നിനക്ക് നിന്റെ ബന്ധുമിത്രാദികൾ, കുടുംബങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, തന്റെ കച്ചവടം, തന്റെ വേർപാട്, തന്റെ വീട്, തന്റെ സമ്പത്ത്, ഇതൊന്നും നിനക്ക് എതിരല്ല, ഇതൊന്നും നിനക്ക് വേണ്ട എന്നല്ല ഇസ്ലാമി പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെയും മേലെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്, പ്രവാചകനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അതല്ലാതെ ഇതൊന്നും വേണ്ട എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അവൻ ഒരു വിശ്വാസി അടിമ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, അടിമത്വത്തിലേക്ക് താഴ്ന്നു പോവുക എന്നുള്ളതാണ്, തന്റെ അടിമത്വം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതൊന്നും വേണ്ട എന്ന് ഇസ്ലാം പറയുന്നില്ല. ഇതൊക്കെ ഉണ്ടായിരിക്കെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്റെ സൃഷ്ടികർത്താവായ തമ്പുരാനും തനിക്ക് താൻ തന്നെയാക്കിയ ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആവുക എന്നുള്ളതാണ് നാം ഈ പഠനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രവാചകനെ വഴിപ്പെടുമ്പോൾ അത് അള്ളാഹുവിന് വഴിപ്പെടലാകും. അള്ളാഹുവിന് വഴിപ്പെടുന്നതും പ്രവാചകന് വഴിപ്പെടുന്നതും പരസ്പര പൂരകങ്ങളാണ്. അത് രണ്ടും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ആ വഴിപ്പാടിന്റെയൊക്കെയും അതിന്റെ കീഴിൽ വരുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തും മറ്റുമൊക്കെ. ഞാൻ സ്വലാത്തുമായുള്ള വിഷയത്തിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല എന്ന ബോധ്യം എനിക്കുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഒരു പ്രവാചക സ്നേഹം ഉണ്ടാകുമ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് നമ്മുടെ നാക്കിൻ തുമ്പിനിങ്ങനെ കടന്നു വരികയുള്ളൂ എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലിലേക്കാണ് ഇന്ന് ഞാൻ ഈ ചർച്ച കൊണ്ടുപോയത്. ഇൻഷാ അല്ലാഹ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നാം എണ്ണി പറഞ്ഞതുപോലെയുള്ള ആ മേഖലകളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനമായി ഒരു ഹദീസ്, സ്വലാത്തുമായി ബന്ധപ്പെട്ടൊരു വിഷയം എന്ന അർത്ഥത്തിൽ ഒരു ഹദീസ് ഈ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒരു സമ്മാനം എന്ന നിലയ്ക്ക് ഒരു ഹദീസ് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻ قال عن النبي صلى الله عليه وسلم أنه قال إن الله تعالى خلق ملكا وأعطاه سمع الخلائق كلها. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പടച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് മുഴുവൻ സൃഷ്ടികളുടെയും ശബ്ദത്തെ, മുഴുവൻ സൃഷ്ടികളെയും കേൾക്കാനുള്ള കഴിവിനെയും ആ മലക്കിന് അല്ലാഹു നൽകി. ഹദീസ് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്, ഇന്നല്ലാഹ തആല ഖലഖ മലക്കൻ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ പടച്ചു. എന്നിട്ട് മുഴുവൻ സൃഷ്ടികളെയും കേൾക്കാനുള്ള കഴിവിനെ നൽകുകയും ചെയ്തു. വഹുവ ഖായിമുൻ അലാ ഖബ്രി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
ആ മലക്ക് എന്റെ ഖബറിന്റെ മീതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ മലക്ക് എന്റെ ഖബറിന്റെ മീതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇലാ യൗമിദ്ദീൻ, അവസാന നാൾ വരെ, ഖിയാമത്ത് നാൾ വരെയും ആ മലക്ക് എന്റെ ഖബറിന്റെ മീതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഫമാ മിൻ അഹദിൻ മിൻ ഉമ്മത്തി, അപ്പോൾ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും ഇല്ല, യുസല്ലി അലയ്യ, എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന ഒരാളുമില്ല, ഇല്ലാ സമ്മാഹു ബിസ്മിഹി വൈസ്മി അബീഹി, അവന്റെ പിതാവിന്റെയും അവന്റെയും പേരിനെ പറഞ്ഞിട്ടല്ലാതെയില്ല. അഥവാ ആ പേര് കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയും. എന്ത് പറയും? വഖാല യാ മുഹമ്മദ്, ഏ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ വിളിക്കും. യാ മുഹമ്മദ്, ഇന്ന ഫുലാന ബിൻ ഫുലാൻ യുസല്ലി അലൈക, നിന്റെ മേൽ ഓരോ ഇന്നാലിന്ന ആള്, ഇന്നാലിന്ന ആളുടെ ഇന്നാലിന്റെ മോൻ, ഇന്നാലിന്ന ആളുടെ ഇന്നാലിന്ന മോൻ നിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുത്ത് ഒരു മലക്കിങ്ങനെ നിൽക്കുകയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതായ ഹദീസാണ്. വളരെ പ്രബലമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഹദീസാണ്. ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിൽ ഒരു മലക്ക് ലോകത്ത് മുഴുവൻ വിശ്വാസികളും മുഴുവൻ സൃഷ്ടികളുടെയും ശബ്ദം കേൾക്കാനുള്ള കഴിവ് ഉൾപ്പെടെയുള്ള ശക്തിയുള്ള ഒരു മലക്കിനെ നിശ്ചയിച്ചിരിക്കുകയാണ് സ്വലാത്തിനെ അവിടെ പേര് പറഞ്ഞ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ. ഇത്രമേൽ സംവിധാനിച്ച ആ ഒരു സ്വലാത്ത് എന്ന് പറയുന്ന ആ ഒരു വിഷയം, അത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്കിൽ നിന്നും മഹബ്ബത്തിൽ നിന്നും ഉണ്ടായിത്തീരേണ്ടതാണ്. അവിടുത്തെ ആശിഖീങ്ങളിലും മുഹിബ്ബീങ്ങളിലും അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അവിടുത്തെ ഇഷ്ക വെച്ച്, അവിടുത്തെ മഹബ്ബത്ത് വെച്ച്, അവിടുത്തെ മനസ്സിൽ താലോലിച്ച് നടക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ, നമ്മുടെ ഭൗതികമായ കെട്ടുപാടുകൾ, നമ്മുടെ ഭൗതിക വ്യവഹാരങ്ങൾ, നമ്മുടെ ജോലികളുടെ ഏർപ്പാടുകളൊന്നും ഈ രീതിയിൽ ഇതുമായി ബന്ധപ്പെടാതിരിക്കാൻ തടസ്സമാകുന്ന രീതിയിലുള്ള എല്ലതും അള്ളാഹു നമുക്ക് നീക്കം ചെയ്ത് അള്ളാഹുവിന്റെ ഈ ഹബീബിനുമായി ബന്ധപ്പെട്ട് ജീവിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും, ഭൗതിക സാഹചര്യങ്ങളും, അതിനുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു നമുക്ക് സ്വരൂപിച്ചു തരുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹുവിനെയും പ്രവാചകരെയും ഇഷ്ടനിധികളായി കൽബിൽ താലോലിച്ചു കൊണ്ട് നടക്കുന്ന മുഅ്മിനുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇന്ന് ഇക്കാലം അത്രയും അതിന് നേതൃത്വം വഹിച്ച് മരിച്ചുപോയ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെ തൊട്ട് ഇന്ന് വരെ അതിന് നേതൃത്വം വഹിച്ച് മരണപ്പെട്ടു പോയി ഖബർ ഷരീഫിൽ ജീവിക്കുന്ന മുഴുവൻ ആലിമീങ്ങളുടെയും സാദാത്യങ്ങളുടെയും സാധാരണക്കാരായ പ്രവർത്തകരുടെയും അതുപോലെ എഴുത്തുകാരന്മാർ, ചിന്തകന്മാർ തുടങ്ങിയ ഒട്ടനവധി നേതാക്കൾ നാം ഇന്നിവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ഖബറിടം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ.